ഇതുപോലെ ഒരു ഒരു വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ ഇത് കൊലപാതകമാണോ എന്നുള്ള സംശയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നിടത്ത് ഈ വിഷയങ്ങളൊന്നും ജനങ്ങളോടോ ആ കുടുംബത്തോട് പോലുമോ വിശദീകരിക്കാൻ ഈ നമ്മുടെ നീതി നിർവഹണം നടത്തുന്ന ഒരാളും തയ്യാറായിട്ടില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തയ്യാറായിട്ടില്ല, ബ്യൂറോക്രസിയും തയ്യാറായിട്ടില്ല. ഇദ്ദേഹം വീട് പൂട്ടി യാത്ര പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയയാൾ, മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഇറങ്ങിയ ആൾ, ഇദ്ദേഹം മടങ്ങി വന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ വീട്ടിലേക്ക് വന്നത്? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കയറ് വാങ്ങിയത് അവിടെ ഇരുന്ന കയറാണോ? നേരത്തെ ഉള്ള കയറ് വാങ്ങിയതാണോ? ആ വീട്ടിൽ ലൈറ്റൊന്നും ഇട്ടില്ലേ? ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ ജനങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ മുന്നിലുണ്ട്. ഇതിനൊന്നും മറുപടി പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ രക്തക്കറയുടെ കാര്യവും കൂടി കേൾക്കുന്നത്. അവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് ഈ കുടുംബത്തെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്ന് ഫോൺ ചെയ്ത് പറയാമല്ലോ. ഇവരൊരു സമയത്തിൻ്റെ ദൈർഘ്യം പറയുകയാണെങ്കിൽ അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ, ഇങ്ങനെ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന് സംസാരിക്കാമല്ലോ. അതിനു മുമ്പ് ഇവർ നടപടികൾ മുഴുവൻ എടുക്കുകയാണ്. ഇത് സംശയം തോന്നുന്നത് എവിടെയാണെന്നറിയാമോ? ഇദ്ദേഹം സജീവമായി ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നതാണ്. ഈ സംഘടനാ പ്രതിനിധികളെ ആരെയും നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണ് മാധവ്? ഇത്ര ദിവസമായിട്ട് ഇങ്ങനെയാണോ ഇവിടുത്തെ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഈ സംഘടനയുടെ ഒരു പ്രതിനിധിയും നവീൻ ബാബുവിന് വേണ്ടി സംസാരിക്കാൻ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. എന്താണ് അവർക്ക് ശബ്ദം ഇറങ്ങിപ്പോയോ? നാവ് ഇറങ്ങിപ്പോയോ? ഈ മനുഷ്യൻ അവിടെ വെച്ച് അവഹേളിക്കപ്പെടുന്നു. ഇദ്ദേഹത്തെ യാത്ര അയച്ച് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണ്. ഇദ്ദേഹത്തെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ, ഇങ്ങനെ അവഹേളിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും നമ്മൾ റിട്ടയർ ചെയ്യുന്നവരെയൊക്കെ എങ്ങനെയാണ് സാധാരണ ഓഫീസിൽ നിന്ന് യാത്ര അയക്കുന്നതെന്ന് നമുക്കറിയാം. ഒരാൾ ആ കൂടെ പോകാൻ തയ്യാറാകാത്തതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഇതിനു മുമ്പ് തന്നെ എടുത്തിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംരക്ഷക വേഷം കെട്ടി കുടുംബത്തോട് സംസാരിച്ച കളക്ടർ പ്രതിഭാഗത്തിൻ്റെ സാക്ഷിയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഈ സംഘടനയ്ക്ക് നാവുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൻ്റെ വികാരം മനസ്സിലാക്കി ഗവൺമെൻറ് പെരുമാറുമായിരുന്നെങ്കിൽ അദ്ദേഹം അതേ സ്ഥാനത്ത് ഇപ്പോഴും തുടരുമോ? അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന് ഇവർക്ക് എന്താണ് ഉറപ്പ്? മാത്രമല്ല, ഈ പറയുന്ന റിപ്പോർട്ടിൽ ആകെ നവീൻ ബാബുവിനെതിരായ ഒരു പരാമർശം എന്ന് പറയുന്നത്, ശ്രീ ജോസഫ് സി മാത്യു, നമുക്ക് പറയാമല്ലോ, കളക്ടറുടെ വാക്കാലുള്ള ഒരു പരാമർശമാണ്. എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന്, എനിക്ക് ഒരു തെറ്റു പറ്റിപ്പോയി എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നവീൻ ബാബു ഇല്ല, പറഞ്ഞു എന്ന് കളക്ടർ പറയുന്നു. ആ ഒരൊറ്റ പരാമർശം മാത്രമാണ് അവിടെ അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന കളക്ടർ. അതെ മാധു, അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് വന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ എന്ത് തെറ്റ് എന്ന് ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. ഇദ്ദേഹം ഈ പറയുന്നത് മുഴുവൻ കളവാണ്. ഇദ്ദേഹം ദിവ്യയെ ക്ഷണിച്ചു വരുത്തിയതാണ്. ഇവിടെ മീറ്റിംഗ് തുടങ്ങി എന്നുള്ള വിവരം ദിവ്യയ്ക്ക് അങ്ങോട്ട് ഇൻറ്റിമേറ്റ് ചെയ്തയാളാണ്. ഇദ്ദേഹം അതിലെ കൂട്ടുപ്രതിയാണ്.